നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 245 245. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 245. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 14-ാം അധ്യായം ശ്ലോകം 1. ശ്രീശുക ഉവാച നിശമ്യ കൗശാരവിണോപവർണിതാം ഹരേ കഥാം കാരണസൂകരാത്മനെ പുനഃ സപപ്രച്ഛതം ഉദ്യതാഞ്ജലിർ ന ച അതിതൃപ്തോ വിധിരോ ധൃതവ്രതാം. അതിൻ്റെ ഒരു വാക്കാർത്ഥം പറയുകയാണെങ്കിൽ ധരിച്ചിരിക്കുന്ന വ്രതത്തോടു കൂടിയിരിക്കണം. അതായത് വ്രതധാരിയാണ് അദ്ദേഹം. പിന്നെയോ ആര്? വിതുരര്. പിന്നെ പറയണു മതി വരാത്തവനായിട്ടും ആ വിതുരർ മൈത്രേയരാൽ ഉപവർണിക്കപ്പെട്ടിരിക്കുന്ന ആദിവരാഹമൂർത്തിയായ ഹരിയുടെ കഥയെ കേട്ടിട്ട് ഉയർത്തിയ അഞ്ജലി ബന്ധത്തോടുകൂടിയവനായിട്ട് പിന്നെയും മുനിയോട് ചോദിച്ചു. നമ്മളെ മാതിരി 7 ദിവസം കഴിച്ച് കിട്ടണ്ടേ സപ്താഹം, അങ്ങനെ അല്ലാട്ടുവോ? കേട്ടാലും മതി വരില്ല. ഇനി അതിൻ്റെ ഒരു ഭാവാർത്ഥാണ് ശുഗമുനി അരുൾ ചെയ്തു എന്ന് പറയണു. മൈത്രേയ മഹർഷിയാൽ വർണ്ണിക്കപ്പെട്ടതായ വരാഹാവതാര ചരിത്രത്തെ കേട്ട ശേഷം വിതുരർ പിന്നെയും മുനിയോട് ഹരികഥയെക്കുറിച്ച് തന്നെ ചോദ്യം ചെയ്തു. ശ്രീ ഹരികഥാശ്രവണത്തിൽ ദൃഢസങ്കല്പം ചെയ്തിരിക്കുന്ന വിതുരർ കഥ കേട്ടതുകൊണ്ട് സംതൃപ്തനായിട്ടില്ല. കരുണയോടുകൂടെ ഹരികഥയെ വർണ്ണിക്കുന്ന മഹർഷിയുടെ നേരെയുള്ള ആദരാതിശയത്തെ ആദരം അതിശയവും സൂചിപ്പിക്കുവാൻ അഞ്ജലി ബന്ധം ചെയ്തുകൊണ്ട് ചോദിക്കാൻ ആരംഭിച്ചു എന്നാണ്. എത്ര സിൻസിയറായിട്ടുള്ള എഫർട്സാണ്, ആലോചിച്ച് നോക്കൂ. വിതുരാ ഉവാച ശ്ലോകം 2. തേനൈവതു മുനിശ്രേഷ്ഠ ഹരിണ യജ്ഞമൂർത്തിന ആദിദൈത്യോ ഹിരണ്യാക്ഷോഹത ഇത്യനുശുശ്രുമാം. യജ്ഞവരാഹമായി അവതരിച്ച ആ ഹരിയാൽ തന്നെ ആദ്യമുണ്ടായ ദൈത്യനായ, ഇവിടെ ആദ്യ ദൈത്യനാണ് ഹിരണ്യകശിപു ഇല്ലേ? അതേപോലെ ആദ്യ അവതാരം ഏതാ? ഇവിടെ സൂകരമൂർത്തിയായിട്ട്. അപ്പോൾ ഹരിയാൽ തന്നെ ആദ്യമുണ്ടായ ദൈത്യനെ ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു അല്ല ഹിരണ്യാക്ഷനെ, ഞാൻ ഹിരണ്യകശിപു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റി, ഹിരണ്യാക്ഷനാട്ടോ. ഹിരണ്യാക്ഷൻ ഹനിക്കപ്പെട്ടുവെന്ന് ഞങ്ങൾ കേട്ടു. ഒന്ന് വിസ്തരിച്ച് പറയണമെന്ന് പറയാം. വിതുരർ എന്താ പറഞ്ഞത് ഭാവാർത്ഥത്തിൽ? ഹേ മുനിശ്രേഷ്ഠ, യജ്ഞവരാഹമൂർത്തിയായി അവതരിച്ച ആ ഹരിയാൽ തന്നെ ആദിദൈത്യനായ ഹിരണ്യാക്ഷൻ ഹനിക്കപ്പെട്ടു എന്നരുളി ചെയ്ത സംഗതി ഞങ്ങൾ ധരിച്ചു. അതൊന്ന് വിസ്തരിച്ച് പറയണം. 3-ാമത്തെ ശ്ലോകം. തസ്യ ച ഉദ്ധരദാക്ഷോണീം സ്വതം ഷാഗ്രേണ ലീലയാ ദൈത്യരാജ്യസ്യ ച ബ്രഹ്മൻ കസ്മാത് ഭേദോരഭൂന്മൃധാം. തൻ്റെ ദംശാഗ്രത്താൽ ഭൂമിയെ ഉദ്ധരിക്കുന്നവനും ദൈത്യരാജനും തമ്മിൽ എന്തു കാരണത്താൽ യുദ്ധം ഉണ്ടായി? അഭൂത് ഉണ്ടായി എന്നാണ് പറഞ്ഞത്. അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു വാക്കാർത്ഥത്തിലേക്കാണ് പോവുക, ഭാവാർത്ഥത്തിലേക്ക്. ദംശാഗ്രത്താൽ ഭൂമിയെ ഉയർത്തിപ്പിടിച്ചു കൊണ്ടുവരുന്ന വരാഹമൂർത്തിയെ ശ്രീഹരിക്കും ദൈത്യരാജനായിരിക്കുന്ന ഹിരണ്യാക്ഷനും തമ്മിൽ യുദ്ധമുണ്ടാവാൻ എന്തായിരുന്നു കാരണം?
മൈത്രേയ ഉവാച ശ്ലോകം 4. സാധു വീര ത്വയാ പൃഷ്ടം അവതാരകതാം ഹരേ യത്തത്വം പൃച്ഛസി മർത്യാനാം മൃത്യുപാശവിഷാദനീം. അതിനുള്ള കാരണങ്ങളെ ബദ്ധശ്രദ്ധയോടുകൂടി കേൾക്കുകയാണെങ്കിൽ മൃത്യുപാശവിഷാദനി, മരണഭയമില്ലാതെ ഉണ്ടാവുന്നു എന്ന് പറഞ്ഞാൽ അപ്പോൾ ജനിക്കാതെ കണ്ടിരുന്നാലെന്നർത്ഥം. പറഞ്ഞ വിഷയോ മോക്ഷം കിട്ടണമെന്നർത്ഥം. അപ്പോൾ പറയണു, മർത്യന്മാരുടെ മരണപാശത്തെ മുറിച്ചു കളയുന്നതായ ഹരിയുടെ അവതാരകതയെ നീ ചോദിക്കുന്നുവെന്ന കാരണത്താൽ ഹേ ശൂര, അങ്ങയാൽ ഉചിതമായി ചോദിക്കപ്പെട്ടു. അങ്ങ് ചോദിച്ചിട്ടില്ലെങ്കിലേ കഷ്ടമുള്ളൂ. അങ്ങ് ചോദിച്ചത് ശരിയാണ്, ആവശ്യമാണ്. മൈത്രേയൻ അതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞു. മൈത്രേയൻ പറഞ്ഞു, കാമക്രോധാദി വൃത്തികളെ ജയിച്ച്. അപ്പോൾ ഹരികഥ കേൾക്കണവരെങ്ങനെയായിരിക്കണം? ഒരു പ്രീ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. കാമക്രോധ മത മത്സര ലോഭ ഭയ, ഈ 6 ആൾക്കാരെ ഒരു കൈ അകലത്തിൽ നിർത്തിയിട്ടുള്ളവർ യജ്ഞവേദിയിലേക്ക് കയറിയാൽ മതി എന്നാണ് പറഞ്ഞതിന് താല്പര്യം. ഇത് പറഞ്ഞാൽ പട്ടാമ്പിക്ക് തലയ്ക്ക് സുഖമില്ല എന്ന് പറയും നിങ്ങൾ. എനിക്കൊരു കുഴപ്പമില്ല, എൻ്റെ തലയ്ക്കും കുഴപ്പമില്ല. പറഞ്ഞേ, ഞാൻ എന്തുകൊണ്ടാണ് അറ്റ് മൈ പീക്ക്, നല്ല ഉയരത്തിൽ സപ്താഹങ്ങൾ ഇങ്ങനെ നടന്നു വരുമ്പോൾ, അതായത് ഈ കൊറോണ കഴിഞ്ഞതോട് കൂടിയിട്ട് 22 ഏപ്രിൽ മെയ്യിൽ 5 പ്രോഗ്രാം വേണ്ട വയ്ക്കാൻ കാരണം ഇതാണ് എൻ്റെ സ്റ്റൈല്. ഇത് പറഞ്ഞാൽ ആൾക്കാർക്ക് ഇഷ്ടാവില്ല. ഏത്? കാമക്രോധ മത മത്സര ലോഭ ഭയാദികളെ ത്യജിച്ചവർ മാത്രം ഇവിടെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? ഭാഗവതം അതാ പറഞ്ഞത്. എത്രയോ ഭാഗവതം ചെയ്തവരും കേട്ടവരും ഇപ്പോഴും പച്ച പിടിക്കാതെ ഉണ്ടിരിക്കാനുള്ള കാരണം എന്താ? ഇതാണ്. ഈ പ്രീ കണ്ടീഷൻ അറിയാണ്ട് പോയി നമുക്ക്. അപ്പോൾ മനസ്സിനെ ഉറപ്പിക്കുവാൻ തക്ക ശൗര്യമുള്ള ഹേ വീര, അങ്ങയുടെ ചോദ്യം ലോകോപകാരമായിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ മരണധർമ്മമുള്ളത് കൊണ്ടല്ലേ മർത്യന്മാരെന്ന് പേരുണ്ടായത്? മരണധർമ്മം ഉള്ളത് കൊണ്ടല്ലേ മർത്യന്മാരെന്ന് പേരുണ്ടായത്. അവരെ ആ ദുഃഖത്തിൽ നിന്ന് മോചിപ്പിച്ച് അമർത്യന്മാരാക്കുന്നതിന് അതിനൊരു പ്രൊവിഷനുണ്ട്. മതിയായിരിക്കുന്ന ഹരികഥയെക്കുറിച്ചല്ലേ അങ്ങയുടെ ചോദ്യം? അതുകൊണ്ട് ലോകഹിതത്തെയാണ് ചെയ്യുന്നത് എന്ന് സംശയമില്ല. അവതാരം ലോകഹിതമാണെങ്കിൽ അതേപോലെ വിദുരരുടെ ചോദ്യം ലോകഹിതമായിരിക്കണം. അപ്പോൾ എൻ്റെയും നിങ്ങളുടെയും ജന്മം ലോകഹിതത്തിനാണോ അല്ലയോ ഒരു പരീക്ഷണം നടത്തണം നമ്മൾ. അല്ലെങ്കിൽ അത് അറിഞ്ഞ് അതിലേക്ക് കയറണം. ലോക രക്ഷയ്ക്ക് വേണ്ടിയിട്ടായിരിക്കണം നമ്മളെന്തും പറയണത്. അപ്പോൾ 5ാമത്തെ ശ്ലോകം വരുന്നു. ഉത്താനപദ പുത്രോ മുനിനാ ഗീതയാർഭകാം മൃത്യോ കൃത്യൈവ മൂർധന്യ അംഗ്രിമാരുരോഹരേ പദം. അപ്പോൾ അതിൻ്റെ വാക്കാർത്ഥം പറയണത്, മുനിയാൽ ഗാനം ചെയ്യപ്പെട്ട യാതൊന്നിൽ ഉത്താനപാദപുത്രനായ ധ്രുവൻ കുട്ടിയായിരുന്നിട്ടും മൃത്യുവിൻ്റെ ശിരസിൽ കാൽ വെച്ചിട്ടു തന്നെ ഹരിയുടെ സ്ഥാനത്തെ കയറി. അനുഭാവാർത്ഥം, ഹരികഥയ്ക്ക് മൃത്യുപാശത്തെ ഛേദിപ്പാൻ ശക്തിയുണ്ടെന്ന് ബോധിപ്പിപ്പാൻ ധ്രുവനെ ഉദാഹരിച്ച് കാണിക്കുന്നു. കഥ വരുന്നേ ഉള്ളൂ, പക്ഷെ ഇവിടെ മുൻകൂട്ടിയിട്ടൊരു ഹിൻഡ് തരാണ്. നാരദ മുനി ഉപദേശിച്ചതായ വിഷ്ണു ഭജനക്രമത്തെ അനുസരിച്ച് തപസ് ചെയ്ത ധ്രുവൻ എന്ന ബാലൻ ശരീരത്തോടുകൂടെ ഹരിപദത്തെ പ്രാപിച്ചല്ലയോ? ചെയ്തിട്ടുണ്ട് എന്നർത്ഥം. വിഷ്ണു പ്രസാദം നിമിത്തം ബാലനായ ധ്രുവൻ ബഹുകാലം രാജഭാരം വഹിച്ച ശേഷം ദേവന്മാർ കൊണ്ടുവന്ന വിമാനത്തിൽ കയറിയിട്ട് ധ്രുവലോകത്തിൽ നിത്യശരീരത്തെ വഹിച്ചുകൊണ്ട് ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കണം. അപ്പോൾ ഈ ധ്രുവചരിതവും പ്രഹ്ലാദചരിതമൊക്കെ പഠിച്ച ഒരു സാധകൻ, ഭാഗവത സാധകൻ, അവന്
അസാധ്യമായിട്ടുള്ളതൊന്നുമില്ല. ആ വ്യക്തി പിന്നെ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ, ഈ കഥകളുടെ സ്വഭാവം മനസ്സിലാക്കി കഴിഞ്ഞാൽ അയാൾ എത്തേണ്ടോടത്ത് എത്തി. ഇതാണ് ദ്വൈതത്തെ വിട്ട് അദ്വൈതം കിട്ടാതെ കണ്ടിരുന്നാൽ പിന്നെ ഇത് പഠിച്ചിട്ട് എന്താ കാര്യം? അപ്പോൾ പറയണു 6ാമത്തെ ശ്ലോകം, അധ അത്ര അത്ര അപീതിഹാസോ അയം ശ്രുതോ മേ വർണ്ണിത പുരാ ബ്രഹ്മണാ ദേവദേവേന ദേവാനാം അനുപൃച്ഛതാം. അപ്പോൾ പറയണു, ദേവന്മാർക്ക് ദേവനായ ബ്രഹ്മാവിനാൽ അനുസരിച്ച് ചോദ്യം ചെയ്തവരായ അനുപൃച്ഛതാം അനുസരിച്ച് ചോദ്യം ചെയ്തവരായ ദേവന്മാരുടെ മുമ്പാകെ പണ്ട് വർണ്ണിക്കപ്പെട്ട ഈ കഥ ഇതിലും എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ റെഡിയായിട്ട് പറഞ്ഞുതരാം. ഈ ചോദ്യമൊക്കെ ഇതിൻ്റെ മുമ്പ് പലവരും ചോദിക്കുകയും ചെയ്യുന്നതിന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത് മൈത്രേയ മഹർഷി. അതുകൊണ്ട് ഞാൻ കേട്ട പോലെ പറഞ്ഞുതരാം. അപ്പോൾ പറഞ്ഞു, ഹിരണ്യാക്ഷവധത്തിൻ്റെ കാരണം കേൾക്കണമെന്നുള്ള അങ്ങയുടെ ചോദ്യത്തിന് ഇനി മറുപടി പറയാം. പണ്ട് ദേവന്മാർ ചെയ്ത ചോദ്യത്തിന് ബ്രഹ്മാവ് പറഞ്ഞതായ മറുപടി ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങയുടെ ചോദ്യത്തിനുള്ള ഉത്തരം ആ കഥയിൽ അടങ്ങിയിട്ടുള്ളതിനെ പറയാം, കേട്ടുകൊള്ളുക. 7 ദിതി ദാക്ഷായണീക്ഷത്തർമാരീജം കശ്യപം പതിം അപത്യകാമാ ചകമേ സന്ധ്യായാം ഹൃച്ചയാർദിത. എന്താ അതിന് വാക്കർത്ഥം പറയാം? മന്മഥപീഡിതയായ ദക്ഷപുത്രിയായ ദിതി സന്താനത്തെ പ്രാർത്ഥിക്കുന്നവളായിട്ട് മരീചിപുത്രനായ കശ്യപനെന്നു പേരായ ഭർത്താവിനെ സന്ധ്യാസമയത്തിൽ കാമിച്ചു. പറഞ്ഞോ? അപ്പോൾ ദിതി പെറ്റവർ ദൈത്യന്മാരെന്നാ പറയാം. മർത്യൻ മരണം സ്വാഭാവികമായിട്ടുള്ള പോലെ ദിതി സന്ധ്യാസമയത്ത്, അസമയത്ത് എന്നർത്ഥം, ഭർത്താവിനെ കാമപീഡിതയായി സ്വീകരിച്ചു. അതിലുണ്ടായതാണ് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപും. ആദ്യത്തെ ആള് ഹിരണ്യാക്ഷൻ, എനിക്ക് എപ്പോഴും തെറ്റുത്, പിന്നെ ഹിരണ്യകശിപു. അപ്പോൾ പറഞ്ഞു, അതിൻ്റെ ഭാവാർത്ഥം പറയണു, പ്രചേതസിൻ്റെ പുത്രനായ ദക്ഷന് ദിതി എന്നു പേരായ പുത്രിയുണ്ടായിരുന്നു. മരീചിപുത്രനായ കശ്യപ മുനിക്ക് അവളെ കല്യാണം കഴിച്ചു കൊടുത്തു. ഒരു ദിവസം സന്ധ്യാസമയത്ത്, നാമം ചെല്ലേണ്ട സമയത്ത്, സ്വഭർത്താവായ കശ്യപൻ്റെ അരികത്ത് മന്മഥപീഡിതയായ അവൾ സന്താനം കാക്ഷ നിമിത്തം ചെന്നു നിന്നു. അബദ്ധം, കല്യാണം കഴിച്ച യുവമിഥുനങ്ങളും അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ ഭാഗവതം പറയണു. പക്ഷേ ആരും കേട്ടിട്ടുമില്ല, കണ്ടിട്ടുമില്ല. മീൻസ് ശ്രദ്ധിച്ചിട്ടില്ല. രാക്ഷസന്മാരെ പോലുള്ള മക്കൾ ഉണ്ടാവണുണ്ടേനി. ഇരക്കമ്പിപ്പാര കൊണ്ട് അച്ഛനമ്മേനെയും മർദ്ദിക്കുക അല്ലേ, എന്താ ചെയ്യുക? അപ്പോൾ അടുത്ത ശ്ലോകം 8. ഇഷ്ട്വാ അഗ്നിജിഹ്വം പയസാ പുരുഷം യജുഷാം പതിം നിമ്ലോജത്യർക്ക ആസീനം അഗ്നികാരേ സമാഹിതം. ഇതാണ് ശ്ലോകം. അതിന് പറയണത്, യജ്ഞങ്ങളുടെ ഫലത്തെ നൽകുന്നവനും അഗ്നിയാകുന്ന മുഖത്തോടു കൂടിയവനുമായ പുരുഷനെ പാൽ കൊണ്ട് യജിച്ചിട്ട് സൂര്യൻ അസ്തമിച്ചിരിക്കുമ്പോൾ അഗ്നിശാലയിൽ ധ്യാനനിഷ്ഠയോടുകൂടെ ഇരിക്കുകയായിരുന്നു. ആരെ? കശ്യപ പ്രജാപതി. വളരെ ഡീസൻ്റായിട്ടാണ്, പക്ഷേ ഇൻഡിസെൻ്റ് ബിഹേവിയറാണ് ഭാര്യയിൽ നിന്ന് വന്നത്. ദിതിയുടെ പ്രവേശം മറ്റൊരു വിധത്തിലും അയുക്തമായിരുന്നുവെന്ന് കാണിക്കുന്നു. അയുക്തം, യുക്തമല്ല എന്നർത്ഥം. കശ്യപൻ സൂര്യാസ്തമയ ശേഷം അഗ്നിശാലയിൽ പ്രവേശിച്ച് സകല യജ്ഞങ്ങളുടെയും ഫലങ്ങളെ നൽകുന്ന പരമപുരുഷനെ,
ശ്രീഹരിയെ നെയ് മുതലായ ഹോമദ്രവ്യങ്ങൾ അഗ്നിയിൽ ഒഴിച്ച് പൂജിച്ച ശേഷം ആ ഭഗവാനെ തന്നെ ദൃഢമായി ധ്യാനിച്ചുകൊണ്ട് അഗ്നിശാലയിൽ തന്നെ വസിച്ചിരുന്ന സമയത്താണ് ദിതി അരികത്ത് ചെന്നത് എന്നാണ് പറഞ്ഞത്. ദിതിരുവാച 9ാമത്തെ ശ്ലോകം. യേഷമാം ത്വത്കൃതേ വിദ്വൻ കാമ ആത്മശരാസന ദുനോദിദീനാം വിക്രമ്യാരംഭാം ഇവ മദംഗജ. വില്ലെടുത്തു പിടിച്ചിരിക്കുന്ന ഈ മന്മഥൻ, അതായത് കാമദേവൻ, അങ്ങയോട് ചേരേണ്ടതിനായിട്ട് കദളിവാഴയെ മതിച്ച ആനയെന്ന പോലെ പരാക്രമത്തെ ഉപയോഗിച്ചിട്ട് ദുഃഖിതയായ എന്നെ വേദനിപ്പിക്കുന്നു. എൻ്റെ കുറ്റമല്ല, കാമദേവൻ എന്നെ അങ്ങയുമായി ശയിക്കാൻ പ്രേരിപ്പിക്കുന്നു എന്നർത്ഥം പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥ പറയണത്. ദിതി പറഞ്ഞു, കാമപീഡിതയായ ദിതിയുടെ ദീനവാചകങ്ങളെ ഇതു മുതൽ 6 പദ്യം കൊണ്ട് വിവരിക്കുന്നു. ഹേ വിദ്വാനായുള്ളവനെ, മരീചി, വില്ലെടുത്തു പിടിച്ചുകൊണ്ട് എൻ്റെ ഹൃദയത്തിൽ പ്രത്യക്ഷനായിരിക്കുന്ന ഈ കാമദേവൻ അങ്ങയോട് ചേരേണ്ടതിനായിട്ട് എന്നെ നിർബന്ധിക്കുന്നു. സ്വതേ തന്നെ ദുഃഖിതയായ ഞാൻ, അതായത് ഇദ്ദേഹത്തിന് എപ്പോൾ നോക്കിയാലും ഹോമവും കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ദിതിയുടെ ആവശ്യങ്ങൾ അങ്ങനെ സാധാരണ നിലയ്ക്ക് എഗ്രി ചെയ്യാറില്ല അദ്ദേഹം. അതാണ് ഈ ആസുരീയതയ്ക്ക് ആക്കം കൂട്ടാൻ കാരണം അതാ. അതുകൊണ്ടാണ് സ്വതേ തന്നെ ദുഃഖിതയായി ഞാൻ എന്നുള്ള വാക്ക് ശ്രദ്ധിക്കണം. സ്വതേ തന്നെ ദുഃഖിതയായി ഞാൻ. എന്നാൽ കശ്യപ പ്രജാപതിനെ പോലെ സദാസമയത്തും ഈശ്വര ചിന്തകളിൽ ധ്യാന നിപുണനായിട്ടുള്ളവൻ്റെ ഭാര്യ അതേ ലെവലിൽ വന്നു വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ കഥ തന്നെ ഉണ്ടാവില്ല, അല്ലേ? അങ്ങനെയാണല്ലോ, അങ്ങനെയാണ്. അപ്പോൾ ദുഃഖിതയായ ഞാൻ കാമദേവൻ്റെ പരാക്രമത്തെ എതിർക്കുവാൻ ശക്തിയായിരിക്കുന്നില്ല എന്നാ. എൻ്റെ ഗുരുനാഥൻ വളരെ ഡീസൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഡീസൻ്റ്. കാരണം അദ്ദേഹം പറയും, എടാ ചെറുക്ക, ഈ 7 ദിവസം സപ്താഹത്തിന് പോകുമ്പോൾ 5 ബ്രാഹ്മണരെ കൈകാൽ കഴുകിച്ച് പശുദാനം നിർവഹിക്കുക. ഒരു മുണ്ടും, ഡബിൾ മുണ്ടും, ഒരു കെട്ട് വെറ്റിലും 4 അടയ്ക്കും ഒക്കെ പാട് കൂടിയിട്ട്, പുകല വേണ്ട, പുകല ഇപ്പോൾ ഗവൺമെൻറ് ഒഴിവാക്കിയിട്ടുള്ളതാണ്, കൊടുത്ത് നമസ്കരിക്കണം. പറയണം അവരടുത്ത്, ഞാനിങ്ങനെ നാളെ മുതൽക്ക് 7 ദിവസം ഇന്ന സ്ഥലത്ത് ഇന്ന ക്ഷേത്രത്തിൽ വെച്ച് നടക്കാൻ പോകുന്ന ഭാഗവത സപ്താഹത്തിന് ആചാര്യനായിട്ട് പോവുകയാണ്. ഈ 7 ദിവസം കാമക്രോധ മത മത്സര ലോഭ ഭയാദികളാകുന്ന ഷഡ്വൈരുകൾ എന്നെ ഉപദ്രവിക്കാതെ കണ്ടിരിക്കാൻ ബ്രാഹ്മണ്യമുള്ള നിങ്ങളുടെ കൗശലമായ ദിനചര്യകളുടെ ഫലമായിട്ട് എനിക്ക് ക്ഷേമം ഭവിക്കണം. ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത് എത്ര ആചാര്യന്മാർക്ക് അറിയാം, എനിക്കറിയില്ല. ഐ ആം സോറി, അവിടെയാണ് പ്രശ്നം. അപ്പോൾ ആചാര്യനാവലല്ല, ആചാര്യനായാൽ ചെയ്യേണ്ടത് ചെയ്തിട്ടുണ്ടെങ്കിലത്തെ കുഴപ്പം പലതാ. പരമശയിലെ ഒരു വള്ളിയോ പുള്ളിയോ മാറിയാൽ അർത്ഥം മാറി. അപ്പോൾ ഭഗവാനോട് പ്രാർത്ഥിക്കണം, സ്വരം നന്നാവണം, പദങ്ങൾ ഉച്ചരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം നഷ്ടം വരാത്ത രീതിയിൽ സാധിക്കണം എന്നൊക്കെ പറയണം. അതാണിപ്പോൾ ഇവിടെ പറഞ്ഞത്. കദളിവാഴയെ എന്ന പോലെ മന്മഥൻ എന്നെ ഉപദ്രവിക്കുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ ആരാ കദളിവാഴ? ഈ ഒരു ശ്ലോകത്തെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് മുള്ള് വാഴയിൽ വീണാലും വാഴ മുള്ളിൽ വീണാലും കേട് വാഴയ്ക്കേത് ഉണ്ടായത്. മനസ്സിലായില്ലേ? 10ാമത്തെ ശ്ലോകം പറയണു,
തദ്ഭവാൻ ദഹ്യമാനായാം സപത്നീനാം സമൃദ്ധിഭിः പ്രജാപതീനാം ഭദ്രം തേ മയ്യായുക്തമാനുഗ്രഹം മയ്യ അയുക്തം അനുഗ്രഹം. അപ്പോൾ അതിൻ്റെ വാക്കാർത്ഥം പറയണു. സന്താന സമൃദ്ധിയുള്ളവരായ സപത്നികളുടെ ഐശ്വര്യങ്ങളാൽ ദഹിച്ചുകൊണ്ടിരിക്കുന്ന എന്നിൽ അങ്ങ് പ്രസാദത്തെ യോജിപ്പിക്കണം എന്നാണ്. ആയുക്താം എന്നാണ്. ആയുക്താം യുക്താം യോജിപ്പിക്കണം. അങ്ങയ്ക്ക് മംഗളം ഭവിക്കുന്നു. ഭാര്യ ഭർത്താവിനെ ആശംസിക്കുകയാണ്, അങ്ങയ്ക്ക് മംഗളം ഭവിക്കും. അങ്ങനെ ഉണ്ടായില്ല. അതായത് ദിതിക്കാണ് ചീത്ത പേരുണ്ടായത്, അല്ലാണ്ട് കശ്യപ പ്രജാതിക്ക് ഈ പറഞ്ഞ മംഗളം ഭവിക്കും. അത് ശരിയായിട്ട് തോന്നും. സന്താനാദി സമൃദ്ധികളോടുകൂടിയ സപത്നികളുടെ ഐശ്വര്യം നിമിത്തം സന്തപിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ പേരിൽ നോക്കൂ, ഒരാൾക്ക് സമൃദ്ധി, ഒരാൾക്ക് സന്താപം. അപ്പോൾ രണ്ടു കൂട്ടരുടെയും അച്ഛൻ ഒരാളാണേനും സന്താപം ഉണ്ടാക്കണവരും സർവൈശ്വര്യം സമൃദ്ധി ഉണ്ടാക്കണതും. അപ്പോൾ സന്തപിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ പേരിൽ അങ്ങയുടെ അനുഗ്രഹം ഉണ്ടാകണം, അതിനാൽ അവിടത്തേക്കും ഭദ്രം ഭവിക്കും എന്നാണ് ആശിസ് കൊടുത്തത്. 11ാമത്തെ ശ്ലോകം പറയണു. ഭർത്തര്യാപ്തോരുമാനാനാം ഭർത്തര്യ ആപ്തോരുമാനാനാം ഭർത്തരി ആപ്തോരുമാനാനാം ലോകാനാം വിശദേ ലോകാനാം വിശദേ യശ പതിർഭവദ്വിധോ പതിർഭവവിധോ യാസാം പ്രജയാ നനു ജായത്തെ. അപ്പോൾ പറഞ്ഞു, ഭർത്താവിൽ നിന്ന് സിദ്ധിച്ചിരിക്കുന്ന മഹത്തായ സൽക്കാരത്തോടു കൂടിയ യാതൊരു സ്ത്രീകളുടെ കീർത്തി ലോകങ്ങളെ വ്യാപിക്കുന്നു. അങ്ങയെപ്പോലെയുള്ള ഭവദ്വിധ, അങ്ങയെപ്പോലെയുള്ള ഭർത്താവ് പ്രജാരൂപേണ ജനിക്കുന്നുവല്ലോ. ശരിയല്ലേ? അതിൻ്റെ ഭാവാർത്ഥം പറയണു. ഭർത്താവിൽ നിന്ന് സൽക്കാരം സിദ്ധിക്കുന്നത് കൊണ്ട് തന്നെ സ്ത്രീകളുടെ കീർത്തി ലോകത്തിൽ വ്യാപിക്കുന്നു അല്ലേ? നല്ല സന്തതികളുണ്ടായാൽ അങ്ങനെയാണ്. ഞാനൊക്കെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അന്നൊക്കെ എൻ്റെ ആധ്യാത്മിക കാര്യങ്ങളെ നിന്ദിച്ചിരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കുടുംബത്തിൽ. കേൾക്കണ്ട അയാളുടെ. ഇപ്പോൾ അതേ ആൾക്കാർ പറയണു മൂപ്പര് സരസ്വതിയാണ്. പ്രശംസയോ. മാത്രമല്ല കുട്ടികളൊക്കെ നല്ല വിദ്യാഭ്യാസമൊക്കെ ആയി. അപ്പോഴും അവർക്ക് പറയാൻ വിഷമം, കുട്ടികൾ IIT PhD ആണ്. പിന്നെ അവർ സുസ്ഥിരമായ രീതിയിൽ എംപ്ലോയ്മെൻ്റൊക്കെ ആയി, ജോലിക്കായി. അപ്പോൾ പിന്നെ അത് പറയാൻ ഒരാവേശമാണ് പിന്നെ. അപ്പോൾ പറഞ്ഞു വരുന്നതിൻ്റെ താല്പര്യം, മനുഷ്യർ പൊതുവെ സമ്പത്താണ് ഏറ്റവും വലുതെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെയല്ല, സമ്പത്തല്ല വലുത്, വിദ്യയാണ്. വിദ്യവാൻ ലഭത്തെ കാര്യം എന്നാണ്. വിദ്യ ഉള്ളവന് ഒന്നും പേടിക്കാനില്ല, ബാക്കിയുള്ളതൊക്കെ തന്നെ വരും. അതാണ് ഇവിടെ പറഞ്ഞത്. മനസ്സിലായില്ലേ? അപ്പോൾ എന്താണാ പറയുന്നത്? മംഗളം ഭവിക്കും, ഭദ്രം ഭവിക്കും എന്നൊക്കെ പറഞ്ഞുവല്ലോ.
അതെ. അപ്പോൾ പറഞ്ഞു കുട്ടികളുണ്ടായാൽ അവർ കേമന്മാരായാൽ അച്ഛനമ്മമാരെയും പുകഴ്ത്തി പറയും ആൾക്കാർ. അല്ല, അവർ മോശക്കാരായാലോ അച്ഛനമ്മമാർക്കുള്ള കുറ്റാണ്. അതാണ് ഇവിടെ ഈ ശ്ലോകം പറഞ്ഞത്. അതുകൊണ്ടാണ് ഇനി ആ ഭാവാർത്ഥം നോക്കിക്കോളൂ. ഭർത്താവിൽ നിന്ന് സൽക്കാരം സിദ്ധിക്കുന്നത് കൊണ്ട് തന്നെ സ്ത്രീകളുടെ കീർത്തി ലോകത്തിൽ വ്യാപിക്കുന്നു. അങ്ങനെയിരിക്കെ അങ്ങയെപ്പോലെയുള്ള ഭർത്താവ് ഭാര്യയിൽ പുത്രരൂപേണ ജനിക്കുന്നതായാൽ, ജായയാൾ എന്നാണ് ഭാര്യ പറയാം. ഭർത്താവിൻ്റെ അവതാരത്തിന് സഹായിക്കുന്നത് ഭാര്യയാണല്ലോ. അപ്പോൾ പറഞ്ഞു സ്ത്രീകളുടെ കീർത്തി ലോകത്തിൽ എന്നെന്നും നിലനിൽക്കാതിരിക്കയില്ലെന്ന് പറയേണ്ടതുണ്ടോ? തജ്ജായ ജായ ഭവതി യതസ്യാം ജായതേ പുനഃ. ഭർത്താവ് ഭാര്യയിൽ രണ്ടാമത് ജനിക്കുന്നതിനാൽ ഭാര്യയ്ക്ക് ജായ എന്നുള്ള പേർ അർത്ഥവത്തായിരിക്കുന്നുവെന്നുള്ള അർത്ഥം പ്രകാശിപ്പിക്കുന്ന ഈ ശ്രുതിയെ ദിതി സൂചിപ്പിക്കുന്നു. ജായ. 12. പുരാ പിതാ നോ ഭഗവാൻ ദക്ഷോ ദുഹിതൃവത്സല കം വൃണീത വരം വത്സ ഇത്യ അഭിപൃച്ഛത ന പൃഥക്. അതിന് വാക്കാർത്ഥം പറഞ്ഞത്, പുത്രിമാരിൽ വാത്സല്യവും ഭഗവാന്റെ ഗുണങ്ങളുമുള്ള ഞങ്ങളുടെ പിതാവായ ദക്ഷൻ, അല്ലയോ വത്സകളെ, ആരെ ഭർത്താവായി വരിക്കുന്നു എന്ന് ഞങ്ങളോട് വെവ്വേറെ ചോദിക്കണ്ടായി. പുത്രിമാരായ ഞങ്ങളിൽ ഏറ്റവും താല്പര്യമുള്ള പിതാവായ ഭഗവാൻ ദക്ഷപ്രജാപതി വിവാഹത്തിന് മുമ്പ്, അല്ലയോ വത്സകളെ, മക്കളെ, നിങ്ങൾ ആരെ ഭർത്താവായി ഭരിക്കുന്നു എന്ന് ഞങ്ങളോട് വെവ്വേറെ ചോദ്യം ചെയ്തു. അത് ഈസ് എ വെരി ഗുഡ്, അല്ലേ? പക്ഷേ ഇന്ന് അങ്ങനെയാണോ? അച്ഛനമ്മമാർ പറഞ്ഞതാണ് കേൾക്കണമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അവരവരുടെ സ്റ്റാൻഡേർഡ് വെച്ചിട്ടാണ്. പക്ഷേ കുട്ടികളുടെ ഇൻ്റലിജൻസ് വേറെ ആവുക കാരണം അവർക്ക് വിട്ടുകൊടുക്കാവും നല്ലത്. അപ്പോൾ അതാണ് പറഞ്ഞത്, ഈ ആധ്യാത്മികതയുടെ കുറവ് ഒരുപാട് കുടുംബ വിഷയങ്ങൾ താറുമാറാക്കുന്നുണ്ട്. 13-ാമത്തെ ശ്ലോകം നോക്കുക. സ വിദിത്വ ആത്മജാനാം നോ ഭാവം സന്താനഭാവന ത്രയോദശ ആദദാത് താസാം യാസ്തേ ശീലം അനൂരതാം. അതിലെനിക്കൊരു വാക്ക് സംശയമുണ്ട്, ഞാൻ നോക്കട്ടെ. ത്രയോദശ. അപ്പോൾ പറഞ്ഞു സന്താനഭാവന സ ആത്മജാനാം, പുത്രന്മാരായ ഞങ്ങളുടെ അഭിപ്രായത്തെ വിദിത്വ എന്നെവിടെ? സ വിദിത്വ ആത്മജാനാം തേ ശീലം, അങ്ങയുടെ സ്വഭാവത്തെ അനുവ്രത താസാം എന്നുള്ളത് അത് ഉണ്ട്. കണ്ടോ, എനിക്ക് സന്തോഷമായി. താസാം അവയിൽ വെച്ച് യാ ത്രയോദശ അതദാദ് വളരെ രസമായിട്ട് പിരിച്ചിട്ടുണ്ട്. അത് കയ്യിൽ നിന്ന് സ്ലിപ്പാവരുത് എനിക്ക് അതുകൊണ്ടാണ്. ഇനി ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് ആ ശ്ലോകം പറഞ്ഞുതരാം. സവിദിത്വ ആത്മജാനാം നോ ഭാവം സന്താനഭാവന ത്രയോദശ അതാത് താസാം യാസ്തേ ശീലമനുവ്രതാം. പിന്നെ താസാം എന്ന് പറഞ്ഞല്ലോ അല്ലേ? അതെ. യാത്രയോദശ 13 വരെ അതദാത്. സ വിദിത്വ ആത്മജാനാം നോ ഭാവം സന്താനഭാവന ത്രയോദശ അതാത് താസാം യാസ്തേ ശീലമനുവ്രതാം.
ഞങ്ങളിൽ സന്താനാഭിവൃദ്ധി ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചിരുന്ന അദ്ദേഹം, ഞങ്ങളിൽ സന്താന അഭിവൃദ്ധി ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചിരുന്ന അദ്ദേഹം അങ്ങയുടെ സ്വഭാവ ഗുണത്തെ ആദരിച്ചവരായ ഞങ്ങളുടെ അഭിപ്രായം അറിഞ്ഞപ്പോൾ പുത്രിമാരിൽ 13 പേർ ഞങ്ങളെ അങ്ങയ്ക്ക് ദാനം ചെയ്തു. ഞങ്ങളെല്ലാവരും ഒരുപോലെ അങ്ങയെ ആദരിച്ചിരിക്കെ ചിലരിൽ സന്താനങ്ങളെ ജനിപ്പിക്കുകയും ചിലരെ നിഷേധിക്കുകയും ചെയ്യുന്നതായ ഈ വൈഷമ്യം അങ്ങ് കാണിക്കുന്നത് കൊണ്ട് ഞങ്ങളുടെ പിതാവായ ദക്ഷൻ്റെ കോപം അങ്ങയിൽ പ്രവേശിപ്പാൻ അവകാശമുണ്ടെന്ന് സൂചിപ്പിച്ചു. അതായത് ശരിക്കും പറഞ്ഞാൽ സം സോർട്ട് ഓഫ് ബ്ലാക്ക് മെയിലോ അല്ലെങ്കിൽ പ്രഷറിയല്ലേ, സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് സമ്മർദ്ദം ചെലുത്തുക. ദക്ഷപ്രജാപതിയുടെ മക്കളാണ് ഞങ്ങളെന്നും ഞങ്ങളുടെ അഭിപ്രായം വിവാഹത്തിൻ്റെ മുമ്പ് അദ്ദേഹം ചോദിച്ചിരുന്നുവെന്നും അങ്ങ് എല്ലാം കൊണ്ടും തികഞ്ഞ ഒരു വരനാണ് എന്നുള്ള ഉദ്ദേശത്തിൽ അദ്ദേഹത്തിൻ്റെ 13 പെൺകുട്ടികളെ അങ്ങയ്ക്ക് വിവാഹം ചെയ്തു തന്നു. പക്ഷേ അങ്ങ് പാർഷ്യാലിറ്റി കാണിക്കണു. അങ്ങ് ചിലരിൽ പുത്രോത്പാദനം ചെയ്തു സന്തോഷിക്കണു. ഞങ്ങളെപ്പോലെ ചിലരിൽ അങ്ങ് പുത്രോത്പാദനം ചെയ്യാതെ കണ്ട് ഞങ്ങൾക്ക് ഗൃഹാഭിഘടനത്തിന് അന്ന് കേസ് കൊടുക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ടാവും. അല്ലെങ്കിൽ ദീദി എന്ത് ചെയ്യും, കേസ് കൊടുക്കുമായിരുന്നു. അതാണ് ഇവിടെ പറയാൻ കാരണം. അങ്ങയിൽ പ്രവേശിപ്പിക്കാൻ ദക്ഷൻ്റെ കോപം അങ്ങയിൽ പ്രവേശിപ്പാൻ അവകാശമുണ്ടെന്ന് സൂചിപ്പിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അവിടെ നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നതിനോടൊപ്പം നമ്മുടെ പ്രാർത്ഥന ലോകാസമസ്ത സീനോ ഭവന്തു ആയിരിക്കട്ടെ എന്നുകൂടി സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.